ഒരുപാട് പാട്ടുകാർ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ പാടുകയാണല്ലേ സർ? പാടിക്കൊണ്ടാണ് ജനിക്കുന്നത്. അങ്ങനെ അമ്മ അറിയുന്നത് കുട്ടി ജനിച്ചു. അതായത് ഒരുപാട് ഒരുപാട് എക്സ്പോഷറും. പിന്നെ അതല്ലേ പണ്ട് ദാസേണ്ണ സാറിന് തോന്നുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് ദാസേണ്ണൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ എത്ര നല്ല പൈപ്പ് ഇവിടെ ഓരോ തെരുവിലുണ്ടെന്ന് എനിക്കറിയാമെന്ന്, നല്ല വെള്ളം കിട്ടുന്നു, കുടിച്ചിട്ടുണ്ട്, തോർത്ത് കെട്ടിയിട്ട് നനഞ്ഞ തോർത്ത് കെട്ടി പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. അന്ന് അത് അത്രയും മഹാനായിട്ടുള്ള ഒരു ഗായകൻ. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ റിഹേഴ്സൽ എന്നൊക്കെ പറയുമ്പോൾ അവരിരുന്ന് കട്ടക്കിരുന്ന് പാടണേ, അത്രയും പാടിപ്പാടി അങ്ങ് അലുവ പോലെ ആയിട്ടാണ് ഈ ടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പാട്ടിന് ആ ഒരു ഗുണം. ആഹാ, ഒരു നാദബ്രഹ്മത്തിനൊക്കെ അടിക്കാൻ ഇനി പാട്ടുണ്ടോ? അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം അത് വേറൊരു സംഭവം. ഇന്ന് നമുക്ക് എല്ലാം അമൃത ടെക്നോളജി ഉള്ളത്. ഇപ്പോൾ ഞാനും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എല്ലാം ഈസിയാണ്, എല്ലാം ഈസി. പിന്നെ ഈ എല്ലാം നമ്മൾ കമ്പോസ് ചെയ്യാതെ തന്നെ മറ്റുള്ള പല പരിപാടികളും കിട്ടുന്നുണ്ട്. ഇപ്പം ബേസ് ഗിറ്റാർ ഗ്രൂവ്, ഋതം ഗ്രൂവ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചാൽ മതി. സാർ ഇപ്പം കേട്ട കാര്യമാണ്, AI പരിപാടിയിൽ നമ്മൾ വേണ്ട ഐഡിയയും പിച്ചും വേണ്ട സംഭവങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പ്രോജക്റ്റായിട്ടും തരും. സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ പാട്ടുണ്ടാക്കി തരുന്ന വരെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശ്വാസം എടുക്കാനും കൂടെ ഒരു കമ്പ്യൂട്ടർ വരണം. നമ്മൾ ഇമ്മായിരുന്ന ശ്വാസം അതെടുത്തു. സാറിൻ്റെ ലൈഫിൽ ഇങ്ങനെ മ്യൂസിക്കൽ ജേർണിയിൽ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? കണ്ടമാനമുണ്ട്. അതെല്ലാം കൂടെ പറയാനുള്ള സമയമല്ല. അപ്പോഴത്തേക്ക് ഒരു വയസ്സും കൂടെ ആവും. അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. സാറിൻ്റെ കുറച്ച് പടങ്ങൾ പറയാം. അപ്പം അതിൽ നിന്ന് വരുന്ന മെമ്മറീസ്, കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് പറഞ്ഞാൽ മതി, ഒരു വർഷം എടുക്കാത്ത മെമ്മറീസ്. ഓക്കെ. പവിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലണ്ണാച്ചിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ രാജീവേട്ടൻ എൻ്റെ കമ്പോസിങ് ഇരുന്നത്. പിന്നെ പി ബാലചന്ദ്രൻ, അദ്ദേഹം ഇല്ല ഇപ്പോൾ. ആ കമ്പോസിങ് ഒക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അമൃത, എനിക്ക് ഞാൻ ചെയ്യാൻ കുടുങ്ങി കിടന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. രാജീവേട്ടൻ പലതവണ പറഞ്ഞിട്ടും പെട്ടെന്ന് ഒരു പാട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ക്ഷണക്കത്താണെങ്കിൽ പറയുമ്പം തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മെലഡി വരുമായിരുന്നു. അപ്പോൾ ഇതിനൊരു സിറ്റുവേഷന് മാത്രം, ഇത് എല്ലാ റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ് ശരത്ത്. ഇത് മോഹൻലാൽ ശോഭന ലവ്, ലളിത ചേച്ചി CI പോൾ ലവ്, ഇതൊക്കെ തിലകൻ ചേട്ടൻ ശ്രീവിദ്യാമ്മ ലവ്. എന്താ ചെയ്യത് അമ്മച്ചി മൊത്തം ലവും, നമുക്കത് ചെയ്യാനും പോയി. അപ്പം എനിക്ക് ഒന്ന് ആലോചിച്ച് പോയി, ഇത് എങ്ങനെ പോകുന്നത് എന്നുള്ളത് കാര്യം. ഇങ്ങനെ മൊത്തം ഒരു റിലേഷൻഷിപ്പിൻ്റെ മൊത്തം പ്രേമമാണ്. ഞാനും പാടുന്നില്ല, പക്ഷെ അതിനൊരു കൃത്യം എനിക്കൊരു ട്രാക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ രാജുവേട്ടൻ പറഞ്ഞു, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, അതിനകത്ത് ജഗതി ചേട്ടനായിരുന്നു അഭിനയിക്കേണ്ടത്. പിന്നാണ് നെടുമുടി വേണു ചേട്ടനായത്. അദ്ദേഹം ഭയങ്കര കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഭയങ്കര ആരാധകനാണ്. അപ്പോൾ ഈ വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ ഓരോ കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് വരുന്നത് ശരത്തെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ അന്ന് ആ കാലത്ത് തൊട്ട് കച്ചേരി സദസ്സുകളിൽ ആ സമയത്ത് പക്കാല പാടാത്ത വേദികളില്ല. അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ പാട്ടായി. അങ്ങനെയാണ് ചെറിയ രാഗമോ ഉണ്ടാകുന്നത്. പക്കല നിലപടി അതാണ് എൻ്റെ ഊർജ്ജം. അതുകൊണ്ടാണ് 7/8 വന്നതും കരകരപ്രിയ വന്നതും. പിന്നെ എൻ്റെ ഗുരുജി ചെയ്ത ഒരു അഷ്ടപതിയുണ്ട്. അപ്പോൾ ആ ഒരു അഷ്ടപതിയൊക്കെ ഫീലുണ്ടായിരുന്നു മനസ്സിൽ. അത് മോട്ടിച്ചു എന്നല്ല കേട്ടോ, പാട്ടെൻ്റെതാ. ഇതൊക്കെയാണ് എന്നെ അതിലേക്ക് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ശ്രീരാഗം എന്നുള്ള ഒരു പാട്ട് ചെയ്യാൻ എന്നെ. ഈ കഥ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന ഒരു കഥയായിരിക്കും. ഓഹോ സാർ, ക്ഷണക്കത്ത് ആദ്യത്തെ പടമല്ല. അപ്പോൾ അത് ഒരു സംഭവമാണ്. അതിലേക്ക് എങ്ങനെയാ സാർ? ഞാനൊരു ആൽബം ചെയ്തു ഇവിടുന്ന് പോയ ഉടനെ. ഈ ഫാത്തിമ കോളേജിൽ പൊറോട്ടയും മട്ടൺ ചാപ്സും കഴിച്ചിട്ട് നേരെ അവിടെ പോയിട്ടൊരു ആൽബം ചെയ്ത് ചെന്നൈ പോയി. അപ്പോൾ ആൽബം വൈരമുത്തു സാറ് കേട്ടിട്ട് MSV സാറിന് കൊടുത്ത്, MSV സാറ് കേട്ടിട്ട് പറഞ്ഞ് இந்த പയ്യനക്ക് ഒരു പടം കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വൈരമുത്തു സാറ് വിളിച്ചിട്ട് ഒരു പടം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഡയറക്ടറെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ 3 പാട്ടെന്ന് പറഞ്ഞു, ചിത്ര ചേച്ചി, മനോ ഒക്കെ ഇപ്പോൾ പാടിയതാണ്. പാട്ടൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പും അതും ഇതും. പെട്ടെന്ന് പൈസ കൊടുക്കാൻ നേരത്ത് ഈ പ്രൊഡ്യൂസറെ കാണുന്നില്ല. അതുവരെ നല്ല ജുബ്ബയൊക്കെ ഇട്ട് നിന്ന മനുഷ്യനാണ് വേരങ്ങ് പോയി. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് അമ്മയുടെ മാലയൊക്കെ തരും അമ്മ എന്ന് പറഞ്ഞിട്ട്. സത്യം, അന്ന് അവിടെ ഉള്ള ഒരു മാർവാടി വിചാരിച്ചിട്ടാണ് ഓർക്കസ്ട്രക്കാർ വീട്ടിൽ പോയത്. അപ്പം അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ആകെ ഉണ്ടായത് ഇത് നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ
ബെസ്റ്റ് ഫ്രണ്ട് സുരേഷ് കാന്തൻ, അദ്ദേഹം ഇത് കേൾക്കുകയും ഇത് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാറാണ് എന്നെ വിളിക്കുന്നത് അവരുടെ ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. നവോദയ ഒരു ഫിലിം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജുവേട്ടനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ പാട്ടുകൾ. പക്ഷേ അപ്പോൾ അത് ഡ്രോപ്ഡ് ആയിപ്പോയി. അപ്പോൾ അന്നും കുറേ ഇരുന്ന് കരഞ്ഞു. സാറ് കരയൊക്കെ പിന്നെ ഈ കുറേ നേരം അല്ല, ഞാൻ കരയുന്ന ആരും കണ്ടില്ല. ഞാൻ എൻ്റെ നേരെ ബാത്റൂമിൽ കയറുക, ഷവർ തുറക്കുക, തകർക്കുക. സാർ ഇനി ന്യൂ ജനറേഷൻ പിള്ളേരോട് സാറിന് പറയാനുള്ള അല്ല, ന്യൂ ജനറേഷൻ എന്നല്ല, ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാവുക എപ്പോഴും. നമ്മൾ പാടണം എന്നുള്ളത് മനസ്സിലുണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് അബദ്ധം പറ്റി സമയം ശരിയല്ലെങ്കിൽ വൈറലാവും. അതോടെ നമ്മൾ സർവജ്ഞപീഠം കയറി എന്ന് വിചാരിച്ചാൽ അതോടെ കഴിഞ്ഞു. നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ളത് കാര്യം. നമ്മുടെ മേളിലൊരു ഉസ്താദ് ഉണ്ടെന്നുള്ളത് എപ്പോഴും ചിന്ത വേണം. ഈ തലക്കനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെയൊക്കെ ഞാനിത് പറയാൻ കാരണം എത്രയോ ടാലൻ്റ് ഉള്ളവർ ഇപ്പം മെയിൻ സ്ട്രീമിൽ പാടി കലക്കി തകർത്തുകൊണ്ടിരിക്കുന്ന അവരെക്കാളും എത്രയോ അധികം ഉഗ്രൻ ടാലൻസ് പുറത്ത് ഭാഗ്യം ഈ തലയിലെഴുത്ത് ശരിയല്ലാത്തതുകൊണ്ട് മാത്രം പുറകിൽ നിന്ന് ഒന്നും ആവാൻ പറ്റാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് തലയിലെടുത്തെന്ന് പറയും. അപ്പം നമുക്ക് ദൈവം ഒരു ഭാഗ്യം തരുമ്പോൾ അത് അഹങ്കരിക്കുകയല്ല വേണ്ട. അതിനെ മാക്സിമം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛൻ പാടും, അപ്പം ഞാനും പാടും, എൻ്റെ മോളും പാടും, അവിടെ കൊച്ചും പാടും, അങ്ങനൊരു സംഭവം ഇല്ല. ഇത് ദൈവം ഇങ്ങനെ തളിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തുള്ളി തലയിൽ വീണാൽ വരുന്ന ഒരു സംഭവമാണ് കലാവാസന എന്ന് പറഞ്ഞാൽ. ഞാൻ പാടുന്നുള്ളതുകൊണ്ട് എൻ്റെ മോള് പാടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭാര്യയെ അടിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പോൾ അത് ദൈവമായിട്ട് തരുന്ന, അപ്പോൾ അത് ദൈവം തരുമ്പോൾ ആ കലയെ നമുക്ക് മാക്സിമം പരിപോഷിപ്പിച്ച് ആര് തന്നോ ആ കാലുകളിലേക്ക് തൃപ്പാദങ്ങളിലേക്ക് വെക്കുക. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. അഹങ്കരിക്കാതിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് മാക്സിമം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. അരുതാത്തതൊന്നും ചെയ്യാതിരിക്കുക. പാട്ട് ഇപ്പോൾ വേണ്ട, എനിക്ക് തൈര് കഴിച്ചാൽ തൊണ്ട അടയ്ക്കും എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ തൈര് കഴിച്ചിട്ട് അങ്ങനെ സർക്കസ് കാണിക്കുന്ന ചിലരുടെ ബോഡിയുണ്ട്. ചിലർ ഐസ് കഴിച്ചാലും കുഴപ്പമില്ല, തൊണ്ടയ്ക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം തൊണ്ട അടയ്ക്കാത്തതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ആലോചിക്കുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം തരുന്നത് അവിടുന്നാണ് തുടക്കം. അപ്പം നിങ്ങൾ എത്രയും സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹം കിട്ടും. അതുപോലെ നാട്ടുകാർ നിങ്ങളെ സ്നേഹിക്കും. പിന്നെ പ്രാക്ടീസ് ചെയ്യുക, ഫോക്കസ്. സംഗീത സംവിധാനം ചെയ്യാൻ കിട്ടിയാൽ ഒരിക്കലും മോഷ്ടിക്കുക. ബി യുവർ സെൽഫ്. നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ഒരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ അമൃത പറഞ്ഞില്ല ടഫ് പാടാൻ പറ്റുന്നില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു പാടാൻ പറ്റാത്ത പാട്ട് ചെയ്താലും ഇത് ചിലപ്പോൾ ഞാനാ ചെയ്തതെന്ന് പറയും. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി ഞാൻ പറയാം. എല്ലാവർക്കും ഐഡൻറ്റിറ്റി വേണം. സലിത, ദേവരാജൻ പാട്ട്, ദക്ഷിണാമൂർത്തി പാട്ട് പാടി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും നീ പാടിയോ, അത് എന്നെ ഒരു വാലിഡേറ്റ്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സംഗീതത്തിന് ലൈഫ് ഉണ്ട് അമൃത. അതങ്ങനെ നിൽക്കും, അനശ്വരമാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല.